നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോട്ടയത്ത് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുടെ റോഡ് ഷോ. NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയോടൊപ്പമായിരുന്നു റോഡ് ഷോ സംഘടിപ്പിച്ചത്. കോട്ടയം പരേഡ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ പ്രവർത്തകർക്ക് ആവേശമായി. മുഖ്യമന്ത്രി പിണറായി വിജയനെ കോൺഗ്രസ് കടന്നാക്രമിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കോൺഗ്രസ് BJPയെ സഹായിക്കുകയാണെന്നും യെച്ചൂരി. പ്രസംഗത്തിൽ മാത്രമല്ല മൈക്ക് അനൗൺസ്മെന്റിലും ശ്രദ്ധേയനാണ് കൃഷിമന്ത്രി P. പ്രസാദ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കിടയിലെ വേറിട്ട കാഴ്ച ശ്രദ്ധേയമായി. UDYF ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച യുവ ന്യായ് റാലി ശ്രദ്ധേയമായി. റാലിക്കിടെ കൈരളി TV ക്യാമറമാനെ കയ്യേറ്റം ചെയ്തു. ചെന്നിത്തല കാരാഴ്മയിൽ വീട് കയറി ആക്രമണം. 5 പേർക്ക് വെട്ടേറ്റു. കാരാഴ്മ സ്വദേശി റാഷുദ്ദീനും കുടുംബത്തിനുമാണ് വെട്ടേറ്റത്. ഒരാൾ അറസ്റ്റിൽ. വിവാഹാലോചന നിരസിച്ചതാണ് ആക്രമണ കാരണമെന്ന സൂചന. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുടെ കോട്ടയത്ത് സംഘടിപ്പിച്ച റോഡ് ഷോ ശ്രദ്ധേയമായി. NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയോടൊപ്പമായിരുന്നു റോഡ് ഷോ സംഘടിപ്പിച്ചത്. കോട്ടയം പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ പ്രവർത്തകർക്ക് ആവേശമായി. തുറന്ന വാഹനത്തിൽ കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നിന്നും സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി, BJP ജില്ലാ പ്രസിഡന്റ് ജിജിൻ ലാൽ എന്നിവർക്കൊപ്പമാണ് നഡ്ഡ റോഡ് ഷോ നയിച്ചത്. നാഗമ്പടത്തെ ഹെലിപ്പാഡിൽ വന്നിറങ്ങിയ നദ്ദയെ നേതാക്കൾ ചേർന്ന് സ്വീകരിച്ചു. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു യാത്ര. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെയും പ്ലക്കാർഡുകളും താമര ചിഹ്നവും NDAയിലെ വിവിധ കക്ഷികളുടെ കൊടികളും ഏന്തിയാണ് പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുത്തത്. ഓരോ പോയിന്റിലും പ്രവർത്തകർ റോഡ് ഷോയ്ക്ക് ആവേശകരമായ സ്വീകരണം നൽകി. തിരുനക്കര ഗാന്ധി സ്ക്വയറിന് സമീപം റോഡ് ഷോ സമാപിച്ചു. ടൈനൂസ് കോട്ടയം. സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനെ കോൺഗ്രസ് കടന്നാക്രമിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കോൺഗ്രസ് BJPയെ സഹായിക്കുകയാണെന്നും യെച്ചൂരി ആലപ്പുഴയിൽ പറഞ്ഞു. But unfortunately in Kerala, what we notice is that the UDA's primary concern is to target the LDF and personally target the Chief Minister and not target the BJP. Now that is a very disturbing feature. Already many UDF leaders have defected to the BJP. Many Congress leaders have gone. This is a nationwide phenomenon. BJP today is known as the new Congress. The definition of BJP is that it is new Congress. So the Congress as well, they must introspect. What is the main target? If BJP is the main target, then come, let us defeat the BJP. If your main target is the left and the Kerala Chief Minister, then you are only helping the BJP. ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സീതാറാം യെച്ചൂരി. രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ഉൾപ്പെടെ BJP സർക്കാരിന്റെ തെറ്റായ നടപടികളെ അപലപിച്ചിട്ടുള്ള ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് യെച്ചൂരി പറഞ്ഞു. എന്നാൽ കേരളത്തിൽ കോൺഗ്രസ് BJPക്കെതിരെ ഒന്നും പറയാതെ മുഖ്യമന്ത്രിയെ കടന്ന് ആക്രമിക്കുകയാണ്. BJPയാണോ മുഖ്യമന്ത്രിയാണോ ശത്രുവെന്ന് കോൺഗ്രസ് വ്യക്തമാക്കണം. BJPയുടെയും കോൺഗ്രസിൻ്റെയും പ്രധാന ശത്രു ഇടതുപക്ഷമാണ്. എപ്പോഴെങ്കിലും ഇടതുപക്ഷം BJPയോട് മൃദു സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. You see, let the UDF decide to defeat the LDF as well as the BJP. We have decided that in Bengal, as far as Trinamool Congress and BJP is concerned. But then this is not the sort of campaign you run. You attack the LDF policies, you attack the LDF positions. But what are you attacking? Saying, why are you not arresting Chief Minister? And if you are saying that the CPM is compromising with the BJP, soft on BJP, I pointed out all the major issues in the last 5 years. On that, what is the CPM's leadership position of opposing it? CAA, Article 370, Bilkis Banu gang rapist remission of their conviction. And all of that we succeeded, including electoral bonds. It was the CPIM in the lead. So they should introspect what is happening to them instead of mounting these sort of baseless challenges. Everybody in Kerala knows that Chief Minister was arrested during emergency and tortured. എക്കാലത്തും ഇടതുപക്ഷം BJPക്കെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്.
മുഖ്യമന്ത്രി പിണറായി വിജയനും അതേ സമീപനമാണ് സ്വീകരിക്കുന്നത്. കേരളത്തിന് പുറത്ത് CPM നേതാക്കൾ BJPയിൽ ചേരുന്നുവെന്നത് മാധ്യമ പ്രചാരണമാണ്. ബംഗാളിലും ത്രിപുരയിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. രാജ്യത്ത് സത്യസന്ധമായി തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാകും. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ രാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയിൽ മാറ്റം വരും. കേരളത്തിൽ LDF അനുകൂലമായ സാഹചര്യമാണെന്നും യെച്ചൂരി പറഞ്ഞു. ടൈനൂസ്, ആലപ്പുഴ. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AM ആരിഫ് MP ചേർത്തല അസംബ്ലി മണ്ഡലത്തിൽ പര്യടനം നടത്തി. 3ാം ഘട്ട പര്യടനമാണ് ചേർത്തലയിൽ നടത്തിയത്. വിവിധ സ്ഥലങ്ങളിൽ ആരിഫിന് ആവേശോജ്വല സ്വീകരണം. ആലപ്പുഴ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AM ആരിഫ് ചേർത്തല അസംബ്ലി മണ്ഡലത്തിൽ പര്യടനം നടത്തി. വെള്ളിയാഴ്ച ഉച്ചവരെ ചേർത്തല മണ്ഡലത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ വോട്ടർമാരെ കണ്ട ശേഷം ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ CPM ചേർത്തല ഏരിയ കമ്മിറ്റി ഓഫീസ് അങ്കണത്തിൽ നിന്നും റോഡ് ഷോ ആരംഭിച്ചു. 100 കണക്കിന് പ്രവർത്തകരും വാഹനങ്ങളും അനുധാവനം ചെയ്തു. തണ്ണീർമുക്കം, മുഹമ്മ, കഞ്ഞിക്കുഴി, ചേർത്തല തെക്ക്, കടക്കരപ്പള്ളി, പട്ടണക്കാട്, വയലാർ പഞ്ചായത്തുകളിലൂടെ സഞ്ചരിച്ച ചേർത്തല നെടുമ്പ്രക്കാട് SNDPക്ക് സമീപം രാത്രിയോടെ പര്യടനം സമാപിച്ചു. വിവിധ സ്ഥലങ്ങളിൽ ആവേശകരമായ സ്വീകരണമാണ് ആരിഫിന് ലഭിച്ചത്. മന്ത്രി P. പ്രസാദ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് NS ശിവപ്രസാദ്, സെക്രട്ടറി VG മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ചേർത്തല. പ്രസംഗത്തിൽ മാത്രമല്ല മൈക്ക് അനൗൺസ്മെൻറ്റിലും ശ്രദ്ധേയനാണ് കൃഷിമന്ത്രി P. പ്രസാദ്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ ഒരു വേറിട്ട കാഴ്ച. കടന്നു വരികയാണ്. ആലപ്പുഴയുടെ വണ്ണം ഇന്ത്യൻ പാർലമെന്റിലേക്ക് പറഞ്ഞയറ്റം ആലപ്പുഴയുടെ ജനനായകൻ കടന്നു വരികയായി. ഈ നാടിന്റെ മണ്ണിനെ കാത്തു പുലർത്താൻ, ഈ നാടിന്റെ മണ്ണിൽ വികസനത്തിന്റെ തേരോട്ടങ്ങൾ. നിറഞ്ഞ പുഞ്ചിരിയോടെ തുറന്ന വാഹനത്തിൽ അഡ്വക്കേറ്റ് AM ആരിഫ് ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നു. മന്ത്രി P. പ്രസാദിൻ്റെ വാക്കുകൾ ഇടതടവില്ലാതെ ഒഴുകിയെത്തുന്നു. MPയുടെ തേര് തെളിക്കുന്നത് മന്ത്രി. ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AM ആരിഫ് MPയുടെ ചേർത്തലയിലെ പര്യടനത്തിനാണ് മന്ത്രി P. പ്രസാദ് അനൗൺസറായത്. ചേർത്തലയുടെ MLA കൂടിയായ മന്ത്രി P. പ്രസാദ് സ്ഥാനാർത്ഥിയുടെ പൈലറ്റ് വാഹനത്തിലേക്ക് കയറി അനൗൺസ്മെൻറ്റ് ആരംഭിച്ചപ്പോൾ പ്രവർത്തകർക്കും ആവേശവും കാഴ്ചക്കാർക്ക് അത് കൗതുകവുമായി. ഇവിടെ ഇങ്ങനെയും ഒരു മന്ത്രിയുണ്ട്, ചേർത്തലയുടെ MLA. നേതാവും മന്ത്രിയുമൊക്കെ ആയാൽ ബലം പിടിച്ച് നടക്കുന്ന നാട്ടിൽ മന്ത്രി P. പ്രസാദ് വേറിട്ട അടയാളപ്പെടുത്തലാണ്. പോസ്റ്റർ ഒട്ടിച്ചും ബാനർ കെട്ടിയും മുദ്രാവാക്യം വിളിച്ചും അനൗൺസ്മെൻറ്റ് നടത്തിയുമൊക്കെ വളർന്നവനാണ് താനെന്ന ഓർമ്മപ്പെടുത്തൽ. മാവേലിക്കര മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അരുൺകുമാറിന് വേണ്ടി കഴിഞ്ഞ ദിവസം പോസ്റ്റർ ഒട്ടിക്കാനും ചുവരെഴുതാനും മന്ത്രി P. പ്രസാദ് സജീവമായിരുന്നു. ടൈം ന്യൂസ്, ചേർത്തല. UDFിലെ യുവജന സംഘടനകൾ ചേർന്ന് ആലപ്പുഴയിൽ സംഘടിപ്പിച്ച യുവ ന്യായ് റാലി ശ്രദ്ധേയമായി. UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു യുവ ന്യായ് റാലി സംഘടിപ്പിച്ചത്. പുന്നപ്ര കപ്പക്കടയിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. റാലി ആലപ്പുഴ നഗരത്തിലെ ആലുക്കാസ് ഗ്രൗണ്ടിൽ സമാപിച്ചു. യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് BB ശ്രീനിവാസ് ഉദ്ഘാടനം ചെയ്തു. जो लोकसभा चुनाव इस बार इंडिया गठबंधन को सबसे ज्यादा सीटों से जीतना और सरकार बनाना बहुत जरूरी है। क्यों मैं एक बात कहना चाहता हूँ, इस चुनाव के वजह से किस तरीके से बीजेपी ने अपना तानाशाही जो लगातार जो मन पे आता है वो करने का काम कर रहा है, लोकतंत्र को खत्म करने का काम कर रहा है, संविधान को खत्म करने का काम कर रहा है। तानाशाही वन मैन वन नेशन की इन लोग ने बात करता है, वन नेशन नो इलेक्शन चाहता है इन लोग। യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഈ രാജ്യത്തെ പാർലമെന്റിന്റെ റിസൾട്ട് വരുമ്പോൾ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യാനായി വിളിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് അത് നരേന്ദ്രമോദി എന്നാകില്ല, അത് സാക്ഷാൽ രാഹുൽ ഗാന്ധി എന്നാകുമ്പോ ആ രാഹുൽ ഗാന്ധിയുടെ വലതുകരം ചേർത്ത് പിടിച്ച് ഈ രാജ്യത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കുവാൻ
അങ്ങ് പാർലമെന്റിൽ ഇന്ത്യയുടെ ശബ്ദമാകുവാൻ കേരളത്തിന്റെ സമരനായകൻ ശ്രീ KC വേണുഗോപാൽ അവിടെ ഉണ്ടാകുമെന്ന ഉറപ്പ് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഭൂരിപക്ഷം ശ്രീ KC വേണുഗോപാലിന് നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് UDF. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും UDYF ജില്ലാ ചെയർമാനുമായ MB പ്രവീൺ അധ്യക്ഷത വഹിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൈരളി ചാനൽ ക്യാമറമാനെ കയ്യേറ്റം ചെയ്തു. ക്യാമറയും തകർത്തു. യൂത്ത് കോൺഗ്രസിൻ്റെ റാലിക്കിടെയായിരുന്നു സംഭവത്തിൽ പത്രപ്രവർത്തക യൂണിയൻ പ്രതിഷേധിച്ചു. ദൃശ്യങ്ങൾ പകർത്തിയ കൈരളി TV ക്യാമറമാൻ KJ ദീപകിനെ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. ക്യാമറയും തകർത്തു. ക്യാമറ തല്ലിപ്പൊടിച്ചുണ്ടല്ലോ നിങ്ങൾ. ഇല്ല നിങ്ങൾ സംസാരിക്കല്ലോ കൂടുതൽ. പറയാന്നല്ലോ എന്നെ ഞാൻ നിങ്ങളോട് മര്യാദക്ക് ഞാൻ ഡിലീറ്റ് ചെയ്തെല്ലാം പറഞ്ഞതാ. അപ്പൊ നിങ്ങൾ കാണിച്ച പരിപാടി എന്തോ? സംഭവത്തിൽ പത്രപ്രവർത്തക യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനത്തെ തടയാനുള്ള ശ്രമം അംഗീകരിക്കാനാവില്ലെന്ന പ്രതിഷേധക്കുറിപ്പിൽ ജില്ലാ കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് ജില്ലാ പ്രസിഡന്റ് S സജിത്തും സെക്രട്ടറി TK അനിലും ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടു. ടൈം ന്യൂസ് ആലപ്പുഴ. ചെന്നിത്തല കാരാഴ്മയിൽ വീട് കയറി ആക്രമണം. 5 പേർക്ക് വെട്ടേറ്റു. കാരാഴ്മ സ്വദേശി റാഷിദിനും കുടുംബത്തിനുമാണ് വെട്ടേറ്റത്. ഒരാൾ അറസ്റ്റിൽ. വിവാഹാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്നാണ് ആക്രമണമെന്ന് സൂചന. ചെന്നിത്തല കാരാഴ്മയിൽ കഴിഞ്ഞ രാത്രിയായിരുന്നു വീട് കയറി ആക്രമണം. കാരാഴ്മ മൂശാരിപ്പറമ്പിൽ റാഷുദ്ദീൻ 58, ഭാര്യ നിർമ്മല 55, മകൻ സുജിത്ത് 33, മകൾ സജിന 24, സഹോദരി ഭർത്താവ് എടപ്പറമ്പിൽ ബിനു 47 എന്നിവർക്കാണ് വെട്ടേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ റാഷിദിനെയും സജിനയെയും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റാഷുദ്ദീൻ്റെ മകൾ സജിന വിവാഹാലോചന നിരസിച്ചതാണ് ആക്രമണ കാരണമെന്ന സംശയം. കാരാഴ്മ സ്വദേശി രഞ്ജിത്ത് രാജേന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. ആലപ്പുഴയിലെ ഇടത് സ്ഥാനാർത്ഥി AM ആരിഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു വിളംബര ജാഥ ഒരുക്കിയത്. കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CA2 കായംകുളം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AM ആരിഫിൻ്റെ വിജയം സുനിശ്ചിതമെന്ന് പ്രഖ്യാപിച്ച് നടത്തിയ വിളംബര ജാഥ CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KH ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു. CA2 ഏരിയ സെക്രട്ടറി KP മോഹൻദാസ് സംസാരിച്ചു. KCEU സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം S പ്രിയ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ K ഉപേന്ദ്രൻ, K അജയകുമാർ എന്നിവർ നേതൃത്വം നൽകി. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി AM ആരിഫിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വിളംബര ജാഥയാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഈ ജാഥ കായംകുളം ഗവൺമെൻറ് എംപ്ലോയീസിൽ നിന്നും ആരംഭിച്ച് കായംകുളം പട്ടണത്തിൽ KSRTC ജംഗ്ഷനിലാണ് ഈ ജാഥ സമാപിക്കുന്നത്. ആലപ്പുഴ. പ്രസിദ്ധമായ തളിയാപറമ്പ് പൂരം ഭക്തിസാന്ദ്രം. വർണ്ണക്കാഴ്ചകളുടെ ദൃശ്യവിരുന്ന് ആസ്വദിക്കാൻ നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഭക്ത സഹസ്രങ്ങളാണ് തളിയാപറമ്പിൽ എത്തിയത്. പ്രസിദ്ധമായ തളിയാപറമ്പ് പൂരം ഭക്തിസാന്ദ്രം. വർണ്ണക്കാഴ്ചകളുടെ ദൃശ്യവിരുന്ന് ആസ്വദിക്കാൻ ജനസഹസ്രങ്ങളെത്തി. ചേർത്തല പാണാവള്ളി തളിയാപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് ഭക്തിനിർഭരമായ സമാപനം. നാടിൻ്റെ നാനാ കേന്ദ്രങ്ങളിൽ നിന്നായി 10,000-കണക്കിന് ജനങ്ങളാണ് പൂരോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. വെള്ളിയാഴ്ച നടന്ന പകൽപൂരം വരവ് അക്ഷരാർത്ഥത്തിൽ വർണ്ണാഭമായി. വടക്കും തെക്കും ചേരുവാര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പകൽപൂരം ഒരുക്കിയത്.
വാദ്യമേളങ്ങൾ, കെട്ടുകാഴ്ച, ദൈവിക വേഷങ്ങൾ, പൂക്കാവടി, ശിങ്കാരിമേളം, നാടൻ കലാരൂപങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ തുടങ്ങിയവ പകൽപൂരത്തിന് വർണ്ണപ്പകിട്ടേകി. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ ആസ്വദിച്ച ദൃശ്യവിരുന്ന്. ജനസാഗരത്തെ ഇളക്കിമറിച്ച പകൽപൂരം വരവ് രാത്രിയോടെ ക്ഷേത്രത്തിലെത്തി. ഞായറാഴ്ചയാണ് തളിയാപ്പറമ്പ് പൂരം മഹോത്സവം സമാപിക്കുന്നത്. ടൈം ന്യൂസ്, ചേർത്തല. KSFE ചേർത്തല മേഖലയിലെ ജീവനക്കാരുടെയും ഏജന്റുമാരുടെയും അപ്രൈസുമാരുടെയും സംഗമം സംഘടിപ്പിച്ചു. പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് K. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. KSFE ചേർത്തല മേഖലയിലെ തൊഴിലാളികളുടെ ഏജന്റുമാരുടെയും അപ്രൈസർമാരുടെയും തൊഴിലാളി സംഗമം ചേർത്തല CPM ഏരിയ കമ്മിറ്റി ഓഫീസ് ഹാളിൽ വെച്ച് നടന്നു. CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് K. പ്രസാദ് തൊഴിലാളി സംഗമം ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് K. പ്രസാദ് പറഞ്ഞു. സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ P. വിനീതൻ അധ്യക്ഷനായ ചടങ്ങിൽ കോർഡിനേറ്റർ കമ്മിറ്റി കൺവീനർ S. ഉല്ലാസ് സ്വാഗതം പറഞ്ഞു. ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ, KSFE സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷീജ R, ഏജന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി PM മനോജ്, ഗോൾഡ് അപ്രൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ, സജിമോൻ D, ലാലിച്ചൻ ജോസഫ്, ബിജുമോൻ, CP രശ്മി ബാലൻ എന്നിവർ പങ്കെടുത്തു. P. മിനിഷ നന്ദി പറഞ്ഞു. ടൈനോസ് ചേർത്തല. INTUC ചേർത്തല നിയോജക മണ്ഡലം തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചു. ചേർത്തല വുഡ്ലാൻഡ്സ് ഹാളിൽ നടന്ന തൊഴിലാളി സംഗമം KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമുക്ക് കേന്ദ്രത്തിൽ ഗവൺമെന്റ് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടെ അല്ല വോട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് ഇപ്പോൾ ഇരിക്കുന്ന ഭരണ സംവിധാനത്തിന് മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാവില്ല എന്നുള്ള ഗൗരവത്തോടെയാണ് വോട്ട് ചെയ്യുമ്പോൾ. ഇന്നലകളിൽ രാജ്യത്തെ നിലനിർത്തിയ മതേതരത്വം എന്ന് പറയുന്ന മഹത്തായ നമ്മൾ ഊട്ടി വളർത്തിയ ഈ രാജ്യത്തിലെ മറ്റേത് രാജ്യത്തിനും ഒരു മാതൃകയാക്കിയ ആ മതേതരത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നമ്മുടെ ജീവിതക്രമം ഇല്ലാതാകും. ഒരു ജനാധിപത്യ സംവിധാനം ഇക്കാലം അത്രയും നമ്മൾ ഈ രാജ്യത്ത് പുലർത്തിക്കൊണ്ടുവന്നില്ലാതാണ്. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വിറ്റുതുലയ്ക്കുകയും കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ പരമ്പരാഗത വ്യവസായങ്ങളായ കയർ, കൈത്തറി, കാർഷിക മേഖലകൾ തകർത്ത് തൊഴിലാളികളെ പട്ടിണിയിലാക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ കേരള സർക്കാരുകൾക്കെതിരെ വിധിയെഴുതാൻ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. INTUC ചേർത്തല റീജിയണൽ പ്രസിഡന്റ് G. സുരേഷ് ബാബു അധ്യക്ഷനായി. DCC സെക്രട്ടറി CD ശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. INTUC ചേർത്തല റീജിയണൽ ജനറൽ സെക്രട്ടറി രഞ്ജിത് P. ചെങ്കണ്ട സ്വാഗതവും റീജിയണൽ വൈസ് പ്രസിഡന്റ് സുമന്ത്രൻ നന്ദിയും പറഞ്ഞു. J. ഹരികുമാർ, രാജേഷ് P. തോട്ടാത്ര തുടങ്ങിയവർ പങ്കെടുത്തു. ടൈനോസ് ചേർത്തല. ചേർത്തല ടൗൺ റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വിഷപ്പാമ്പുകളെക്കുറിച്ച് നടത്തിയ ബോധവൽക്കരണ ക്ലാസ്സിന് പാമ്പുപിടുത്തത്തിലൂടെ ശ്രദ്ധേയനായ വാവ സുരേഷ് നേതൃത്വം നൽകി. ഉഷ്ണകാലത്ത് ഏറ്റവും അധികം പേടിക്കേണ്ട വിഷപ്പാമ്പുകളെപ്പറ്റിയും പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെപ്പറ്റിയും വാവ സുരേഷ് ക്ലാസ് എടുത്തു. പാമ്പ് കടിയേറ്റ ആളിനെ പേടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. പേടിപ്പിക്കാതിരിക്കുക, അതിനിട്ട് ഒരിടത്ത് പിടിച്ചിരുത്തുക, നടക്കാനോ കിടക്കാനോ അനുവദിക്കരുത്, ഓടാനൊന്നും അനുവദിക്കരുത്. പിടിച്ചിരുത്തിയതിന് ശേഷം കെട്ടുക എന്നല്ല ആ വാക്കിൻ്റെ അർത്ഥം. രക്ത ഓട്ടം തടയുക എന്നല്ല. രക്തോട്ടം കുറയത്തക്ക രീതിയിൽ ടയറോ റോപ്പോ ഉപയോഗിച്ച് കെട്ടരുത്. ഒരു കാരണവശാലും ബ്ലേഡോ പിച്ചാത്തി ഉപയോഗിച്ച് മുറിവുണ്ടാക്കരുത്. രണ്ടാമത്, നിങ്ങളുടെ വായു ഉപയോഗിച്ച് മറ്റൊരാളിന് പാമ്പ് കടിയേറ്റാൽ നിങ്ങൾ ആ ശരീരത്തിൽ നിന്ന്, മുറിവിൽ നിന്ന് ആ ബ്ലഡ് വലിച്ചെടുക്കരുത്. ചേരയായിക്കോട്ടെ, നീർക്കോലി ആയിക്കോട്ടെ, ഏത് പാമ്പിനം കടിച്ചാലും നന്നായിട്ട് സോപ്പിട്ട് കഴുകിക്കളയുക. നിങ്ങളിപ്പോൾ മൂർഖൻ പാമ്പ് കടിച്ചു, നമ്മൾ അതിലേക്ക് വന്നില്ല, കെട്ടുന്നതിലേക്ക് നമ്മൾ പോയില്ല. ആ മുറിവ് നന്നായി പിടിച്ചിരുത്തിയതിനു ശേഷം നന്നായിട്ട് കഴുകുക. അതിനുശേഷം നമ്മളോ അദ്ദേഹമോ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഏതാണോ അത് 2 വിരൽ 3 വിരൽ വീതിക്ക് നല്ല നീളത്തിന് കീറിയെടുക്കുക. എവിടെയാണോ കടിയേറ്റത് അവിടെ നിന്ന് ഒരു കൈ അകലം എടുക്കുക.
ആ അകലത്തിന് മുകളിലേക്ക് ആ തുണി രക്തോട്ടം കുറയത്തക്ക രീതിയിൽ, തടയത്തക്ക രീതിയിലല്ല, കുറയത്തക്ക രീതിയിൽ ചുറ്റിക്കെട്ടുക. വീണ്ടും ഒരു കഷ്ണം തുണിയുടെ കെട്ടിൻ്റെ മുകളിലോട്ട് കെട്ടുക. ഒരു കാരണവശാലും കടിയേറ്റ ഭാഗം തലയ്ക്ക് മുകളിലോട്ട് ഉയർത്തി വെക്കരുത്, താഴോട്ട് തൂക്കിയിടരുത്. താഴോട്ട് തൂക്കിയിട്ടാൽ നീര് വെക്കുന്നു. ഈ കെട്ടി വെച്ചതിന് ശേഷം ആ കയ്യിലാണ് കടിയേറ്റ, ഈ ഹാർട്ടിൻ്റെ താഴെ കൈ ഇങ്ങനെ വെച്ച് ഇരുത്തി അദ്ദേഹത്തിന് എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഒരു അപകടം ഉണ്ടാകാൻ പോകുന്നില്ല. കാലിലാണ് കടിയേറ്റൽ, കാല് കെട്ടിയതിന് ശേഷം ഇങ്ങനെ നിവർത്തി എടുത്ത് കാല് നിവർത്തി വെച്ച് ചാരി ഇരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. അഥവാ നമുക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ചരിച്ച് കിടത്തുക. ഒരു കാരണവശാലും കമിഴ്ത്തി കിടത്തരുത്, മലർത്തി കിടക്കരുത്. ഈ പാമ്പ് കടിയേറ്റ് ശ്വാസം മുട്ടുന്ന ആളുകൾ ചരിച്ച് കിടത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശ്വാസ പ്രവണതയ്ക്ക് കുറച്ച് അനായാസം പെട്ടെന്ന് ചെയ്യാൻ പറ്റുമ്പോൾ കുറച്ച് നേരം കൂടി നമുക്ക് സമയം കിട്ടും അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. അത് മറന്നു പോകാതിരിക്കുക. അതുപോലെ ഒരു കാരണവശാലും കുടിക്കാൻ വെള്ളം കൊടുക്കുന്നുണ്ട് ഒരു പ്രശ്നമില്ല. പാമ്പ് കടിച്ചാൽ കുടിക്കാൻ വെള്ളം കൊടുക്കുന്നുണ്ട് ഒരു പ്രശ്നമില്ല. വീട്ടിലും പരിസരത്തും പാമ്പുകൾ വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ ഓർമ്മപ്പെടുത്തിയായിരുന്നു ക്ലാസ്. പണ്ട് ഏതോ മുത്തശ്ശി ചമ്മന്തി അരച്ചുകൊണ്ടിരുന്നപ്പോൾ താഴെ കൂടെ ഒരു ചേര പോയി. ആ ചേരയുടെ സനി എന്ന് പറഞ്ഞിട്ട് അപ്പടി മുത്തശ്ശി അരച്ചത് വെളുത്തുള്ളിയായിരുന്നു. ആ വെളുത്തുള്ളി വാരി കലക്കി വെള്ളത്തിൽ ഒഴിച്ചിട്ട് മക്കളെ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ചേര സ്പീഡിലും കഴിഞ്ഞു പോയി. ഉടനെ അമ്മ പറഞ്ഞു, യുറേക്ക ഞാൻ കണ്ടുപിടിച്ച് വെളുത്തുള്ളി നല്ലതാണ്, അച്ചാറാണ്. ഒരു ബന്ധമില്ല അമ്മ പാമ്പും വെളുത്തുള്ളിയാണ്. പാമ്പ് വരാതിരിക്കാൻ നല്ലത് മണ്ണെണ്ണ അല്ലെങ്കിൽ ഡീസൽ. മണ്ണെണ്ണ നമുക്കിപ്പോൾ കിട്ടാനില്ല, കാരണം ഇന്ന് നമുക്ക് സ്വർണ്ണം കടയിൽ പോയാലും വാങ്ങാം. മണ്ണെണ്ണ റേഷൻ കടയിൽ പോയി കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഡീസൽ വാങ്ങി വെച്ചിട്ട് നമ്മുടെ മിനറൽ വാട്ടർ വാങ്ങുന്ന ബോട്ടിലുണ്ടല്ലോ, ആ ബോട്ടിൽ കാലി ബോട്ടിൽ എടുത്തിട്ട് ഒരു 90% വെള്ളം ചേർക്കുക. 90% വെള്ളം ചേർത്തിട്ട് 10% മണ്ണെണ്ണ അല്ലെങ്കിൽ ഡീസൽ ചേർത്തിട്ട് അടപ്പിൽ ചെറിയ ഹോൾ ഇട്ടിട്ട് സ്ഥിരം പാമ്പിനെ കാണുന്ന ഭാഗങ്ങളിൽ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. മണ്ണെണ്ണ ചെയ്യുമ്പോൾ മണ്ണെണ്ണ ആസിഡാണ്. അപ്പോൾ ഈ നാക്കിലേക്ക് എലിയുടെ മോഷൻ്റെ യൂറിൻ്റെ ഗന്ധം അവന് കിട്ടുകയില്ല. മറ്റേ ആസിഡ് പവറായ സാധനം അവൻ നാക്കുകൊണ്ട് തിരിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ ഒരു ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ അവൻ തിരിച്ച് മടങ്ങി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബിലെ കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. പാമ്പുകളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു. ഇത്രയും വൃത്തിയുള്ളൂ. നിങ്ങൾ കുളിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ശരീരത്തിൽ ഗന്ധമില്ലാതിരിക്കുള്ളൂ. പക്ഷേ കുളിക്കാതെ ഡ്രസ്സ് മാറുന്ന ഒരേ ഒരു ജീവിയേ ഉള്ളൂ. കുളിക്കാതെ ഡ്രസ്സ് മാറുന്ന ഒരേ ഒരു ജീവിയേ ഉള്ളൂ, അത് പാമ്പുകൾ മാത്രമാണ്. ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് കെ ലാൽജി അധ്യക്ഷനായി. എല്ലാ വീട്ടിലും പാമ്പ് കയറിയിട്ടുണ്ട്. പാമ്പിൻ്റെ ശല്യമാണ്. കാരണം ഈ ചൂട് കാലത്ത് പാമ്പുകളുടെ ശല്യം ഒരുപാടുണ്ടാവും. അപ്പോൾ അത് നമുക്കതിന് ഏറ്റവും പറ്റിയ സമയമാണ് ഈ ഒരു അവയർനെസ് ക്ലാസ് എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇപ്പം ഞാൻ പറഞ്ഞ ആലപ്പുഴയിൽ ആരെങ്കിലും നിങ്ങളുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് വിട്ട് നമുക്കൊരു അവയർനെസ് ക്ലാസ് അത് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതേ പറഞ്ഞ് ഞാൻ വരാമല്ലോ, ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു ഡേറ്റ് എന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്നലെ ഞങ്ങളുടെ വീക്കിലി മീറ്റിംഗ് സാധാരണ 19-ാം തീയതിയാണ്, അല്ല എല്ലാ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അടുത്ത മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 19-ആണ്. പിന്നുള്ള 26 ഇലക്ഷനൊക്കെയാണ്. അന്ന് താങ്കൾക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് ഈ ആഴ്ച വരാൻ പറ്റുമോ? ഞാൻ വരാമെന്ന് പറഞ്ഞു. 19 ഞാൻ ഫ്രീ ആയാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തെ നമുക്ക് കിട്ടിയത്. സെക്രട്ടറി ബസന്ത് റോയ്, ട്രഷറർ തങ്കച്ചൻ ടി കടവൻ, PAG അബ്ദുൽ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ അനിൽ വിൻസെൻ്റ് നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. കേരള സബർമതി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 23-ന് പുസ്തക ചർച്ച സംഘടിപ്പിക്കുന്നു. ലോക പുസ്തക ദിനത്തോടനുബന്ധിച്ചാണ് പുസ്തക ചർച്ച ഒരുക്കിയിട്ടുള്ളതെന്ന് ഭാരവാഹികൾ ചേർത്തലയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരള സബർമതി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ലോക പുസ്തക ദിനത്തോടനുബന്ധിച്ച് വേൾഡ് ഡ്രാമാറ്റിക് സ്റ്റഡീസ് സെൻ്ററുമായി സംയുക്തമായി നമ്മൾ ലോക പുസ്തക ദിനം ആചരിക്കുന്നു. കേരള സബർമതിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുകയും ഞങ്ങൾ സാംസ്കാരിക പ്രവർത്തനം മാത്രമല്ല നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഏറ്റവും പ്രത്യേകത നല്ല അവസരമായ കലാകാരന്മാരുടെ വീട്ടിലെത്തി അവരെ ആദരിക്കുകയും സാമ്പത്തികമായി എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുന്നെങ്കിൽ സാമ്പത്തിക സഹായങ്ങളിലൂടെ നമ്മൾ ചെയ്യാറുണ്ട്. ഇന്ന് ഈ പരിപാടിയുടെ പ്രത്യേകത പുസ്തക ദിനം ആയതുകൊണ്ട് ഏറ്റവും പ്രസിദ്ധമായ കുട്ടനാടിൻ്റെ ചരിത്രം ശശി തരൂർ റിലീസ് ചെയ്ത ഫാദർ സാംജി വടക്കേടത്തിൻ്റെ തനത് കുട്ടനാട് ദേശ ചരിത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്.
നമ്മളെ കുട്ടനാടിൻ്റെ സമഗ്ര ചരിത്രം, കുട്ടനാടിൻ്റെ ജീവിതശൈലി, കുട്ടനാട് എങ്ങനെ രൂപപ്പെട്ടു, കുട്ടനാട്ടിലെ പല സ്ഥലനാമങ്ങൾ, കുട്ടനാട്ടിലെ സാംസ്കാരിക നായകന്മാർ, കുട്ടനാട്ടിലെ പ്രതിഭകൾ, അതുപോലെ തന്നെ മിത്രക്കരി, ചത്രത്തക്കരിങ്ങളുടെ പേരുനാമങ്ങൾ എങ്ങനെ വന്നു, ഈ ചിത്ര മാർത്താണ്ഡം കായലുകൾ അതെങ്ങനെ രൂപപ്പെട്ടു, അങ്ങനെയുള്ള വിവിധ മേഖലകൾ, കുട്ടനാടിൻ്റെ രുചികൾ, വള്ളംകളികൾ, ജലരാജാക്കന്മാരെ കൂടെ ചരിത്രങ്ങൾ, വള്ളം നിർമ്മിതികളെ കൂടെ ചരിത്രങ്ങൾ, ഇങ്ങനെ വിവിധ മേഖലകൾ സെറ്റിൽ ചെയ്തുകൊണ്ട് നല്ല സാഹിത്യകാരന്മാരുടെ സഹകരണത്തോടു കൂടി അച്ഛൻ ഇറക്കിയ ഈ പുസ്തക ചർച്ചയാണ് നമ്മൾ ഇവിടെ വേൾഡ് ഡ്രാമാറ്റിക് സ്റ്റഡീസ് സെൻ്ററിൽ നടത്തുന്നത്. ഏപ്രിൽ 23 ലോക പുസ്തക ദിനത്തോടനുബന്ധിച്ച് കേരള സബർമതി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ വേൾഡ് ഡ്രാമാറ്റിക് സ്റ്റഡീസ് സെൻ്ററിൻ്റെ സഹകരണത്തോടെ പുസ്തക ചർച്ച സംഘടിപ്പിക്കുന്നു. കേരളത്തിൽ ഉടനീളം കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ മേഖലയിലും ആവശ്യമായ ഇടപെടലുകൾ നടത്തി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് കേരള സബർമതി. മനുഷ്യനെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന ദീർഘവീക്ഷണമുള്ള പണ്ടത്തെ ഭരണകർത്താക്കൾ എന്ത് വില കൊടുത്തും ആലപ്പുഴയിലെ കുട്ടനാടിനെ സംരക്ഷിച്ചിരുന്നു. കുട്ടനാടിന് വിലപേശുന്നത് പോലും പ്രകൃതി നിന്ദയായി കണ്ടിരുന്ന ഒരു കാലഘട്ടം ഇവിടെ നിലനിന്നിരുന്നു. കുട്ടനാടിൻ്റെ അനന്ത സാധ്യതകൾ ഒരിക്കലും അസ്തമിക്കില്ലെന്ന് വിളിച്ചു പറയുന്ന റവറൻ ഫാദർ ഡോക്ടർ സാംജി വടക്കേടത്തിൻ്റെ തനത് കുട്ടനാട് ദേശചരിത്രവും സംസ്കാരവും എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ചർച്ച സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 23 വേൾഡ് ഡ്രാമാറ്റിക് സ്റ്റഡീസ് സെൻ്റർ ഹാൾ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേരള സബർമതി സാംസ്കാരിക വേദി പ്രസിഡന്റ് ജോസഫ് മാരാരിക്കുളം അധ്യക്ഷനാവും. പ്രശസ്ത എഴുത്തുകാരനും ലോക നാടക വിജ്ഞാന കോശത്തിൻ്റെ കർത്താവുമായ ആര്യാട് ഭാർഗവൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന പുസ്തക ചർച്ചയ്ക്ക് ടോം ജോസഫ് ചമ്പക്കുളം നേതൃത്വം നൽകും. സാഹിത്യകാരൻ ബി ജോസുകുട്ടി മുഖ്യപ്രഭാഷണം നടത്തും. ആലപ്പുഴയിലെ അറിയപ്പെടുന്ന മുതിർന്ന എഴുത്തുകാരൻ വയലാർ ഗോപാലകൃഷ്ണനെ പ്രശസ്ത കവി ഫിലിപ്പോസ് തത്തമ്പള്ളി വേദിയിൽ വെച്ച് ആദരിക്കും. സാംസ്കാരിക വേദി കോർഡിനേറ്റർ രാജു പള്ളിപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റ് എം.ഇ. ഉത്തമക്കുറുപ്പ്, സെക്രട്ടറി കെ.ആർ. കുറുപ്പ്, മാരാരിക്കുളം, കലവൂർ വിജയൻ, സുനിജ ലക്ഷ്മി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കും. വാർത്താസമ്മേളനത്തിൽ ജോസഫ് മാരാരിക്കുളം, ജനറൽ സെക്രട്ടറി ടോം ജോസഫ് ചമ്പക്കുളം, കോർഡിനേറ്റർ രാജു പള്ളിപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റ് എം.വി. ഉത്തമക്കുറുപ്പ്, സെക്രട്ടറി കെ.ആർ. കുറുപ്പ്, മാരാരിക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു. ടൈനൂസ് ആലപ്പുഴ. മുഹമ്മദ് ചീരപ്പഞ്ചിറ സ്വാമി അയ്യപ്പൻ പഠന കളരിയിൽ ശ്രീനാരായണ പഠന ശിബിരം സംഘടിപ്പിച്ചു. ചെമ്പഴന്തി ശ്രീനാരായണ പഠന തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു പഠന ശിബിരം ഒരുക്കിയത്. മുഹമ്മദ് ചീരപ്പഞ്ചിറ സ്വാമി അയ്യപ്പൻ പഠന കളരിയിൽ ഗുരുദേവ പഠന ശിബിരം സംഘടിപ്പിച്ചു. ഗുരുദേവ ധർമ്മപ്രചാരകൻ കോട്ടയം മാമ്പുഴക്കരി ബൈജു ഉദ്ഘാടനം ചെയ്തു. മതങ്ങൾക്കതീതമായി മനുഷ്യൻ മറ്റാരും ചൊല്ലിയില്ലീ മധുരാക്ഷര മന്ത്രമെന്ന് വയലാറാണ് പറഞ്ഞത്. ലോകത്താരും അങ്ങനെ പറഞ്ഞിട്ടില്ല. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് ലോകത്ത് ഇതിനു മുമ്പ് ഒരു ആചാര്യനും പറഞ്ഞിട്ടില്ല, അതിനുശേഷം ഒരു ഋഷിയും പറഞ്ഞിട്ടില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ നമ്മൾ സാധാരണ പറഞ്ഞു പോകുന്നതാണ്, ചുവരുകൾ എഴുതി വെക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥഗരിമ, അതിൻ്റെ ആഴം നമ്മൾ ഇനിയും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. തുടർന്ന് ഗുരുദേവ ധർമ്മ പ്രഭാഷണം നടത്തി. കളരി പരിരക്ഷകൻ മാധവ ബാലസുബ്രഹ്മണ്യം അധ്യക്ഷനായി. ഗുരുദേവ ക്വിസ് മത്സരത്തിന് ഗുരുധർമ്മ പ്രചാരകൻ ബേബി പാപ്പാളിൽ നേതൃത്വം നൽകി. അന്തരിച്ച സംഗീതജ്ഞനും ഗുരുഭക്തനുമായ ജയൻ്റെ നിര്യാണത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി. കളരി പരിരക്ഷക പത്മജ ബാലസുബ്രഹ്മണ്യം നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് മുഹമ്മ. ചേർത്തലയുടെ വിവിധ സ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നതായി പരാതി. ചേർത്തല വാർനാട് മേഖലയിൽ നിരവധി കേന്ദ്രങ്ങളിലാണ് മത്സ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നത്. പ്രതിഷേധവുമായി നാട്ടുകാർ. ചേർത്തല നഗരസഭയും തണ്ണീർമുക്കം പഞ്ചായത്തും അതിരിടുന്ന ചെങ്കണ്ട വാർനാട് റോഡിൻ്റെ വശങ്ങളിൽ വൻതോതിൽ മാലിന്യം തള്ളുന്നുവെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ദുർഗന്ധം മൂലം ഇതുവഴി സഞ്ചരിക്കാനാവാത്ത സ്ഥിതിയാണെന്നും നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ 2 മാസമായിട്ട് ഭയങ്കര മണമാണ്, ഇവിടെ നിൽക്കാനേ പറ്റുന്നില്ല. CMC 7ാം വാർഡാണ്. മണം വരാൻ കാരണം എന്താണെന്ന് അറിയാൻ പറ്റില്ല. ഭയങ്കര മണം, വേസ്റ്റാണ് മൊത്തം ഇവിടെ പടിയാർച്ചടിക്കുക. അതായത് ആയുർവേദാശ്രമ വാദിക്കാൻ മൊത്തം വേസ്റ്റ് അടിച്ചിരിക്കുക. എന്തിൻ്റെ വേസ്റ്റാന്ന് അറിയാൻ പറ്റുക, ചെമ്മീൻ്റെ വേസ്റ്റ് അങ്ങനെയൊക്കെ എന്താണെന്ന്. രാത്രികാലങ്ങളിൽ പല സ്ഥലത്തു നിന്നും വാഹനങ്ങളിൽ മാലിന്യം കൊണ്ടുവന്ന് ഇവിടെ തള്ളുന്നുണ്ട്. വലിയ തിരക്കില്ലാത്തത് മാലിന്യം തള്ളുന്നവർക്ക് അനുകൂല സാഹചര്യമാണ്. അധികാരികളോട് പലതവണ പരാതി പറഞ്ഞിട്ടും നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. കോട്ടയത്ത് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുടെ റോഡ് ഷോ.
NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയോടൊപ്പമായിരുന്നു റോഡ് ഷോ സംഘടിപ്പിച്ചത്. കോട്ടയം പരേഡ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ പ്രവർത്തകർക്ക് ആവേശമായി. മുഖ്യമന്ത്രി പിണറായി വിജയനെ കോൺഗ്രസ് കടന്നാക്രമിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കോൺഗ്രസ് BJPയെ സഹായിക്കുകയാണെന്നും യെച്ചൂരി. പ്രസംഗത്തിൽ മാത്രമല്ല മൈക്ക് അനൗൺസ്മെന്റിലും ശ്രദ്ധേയനാണ് കൃഷിമന്ത്രി P. പ്രസാദ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കിടയിലെ വേറിട്ട കാഴ്ച ശ്രദ്ധേയമായി. UDYF ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച യുവ ന്യായ് റാലി ശ്രദ്ധേയമായി. റാലിക്കിടെ കൈരളി TV ക്യാമറമാനെ കയ്യേറ്റം ചെയ്തു. ചെന്നിത്തല കാരാഴ്മയിൽ വീട് കയറി ആക്രമണം. 5 പേർക്ക് വെട്ടേറ്റു. കാരാഴ്മ സ്വദേശി റാഷുദിനും കുടുംബത്തിനുമാണ് വെട്ടേറ്റത്. ഒരാൾ അറസ്റ്റിൽ. വിവാഹാലോചന നിരസിച്ചതാണ് ആക്രമണ കാരണമെന്ന സൂചന. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.